CPM-ന് എന്ത് ചെയ്താലും തിരിച്ചടി ബൂമറാങ് പോലെയാണ് തിരിച്ചടി നേരിട്ട് വരുന്നത്. കാരണം വി.ഡി. സതീശന് എതിരെ വിഴിഞ്ഞം പദ്ധതിയായിട്ട് വിവാദങ്ങളൊക്കെ അതിൽ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തി. പക്ഷേ ഇപ്പോൾ അവസാനം എന്താണ് സംഭവിച്ചിരിക്കുന്നത്? തിരിച്ച് CPM-ലെ ചേരിപ്പോരും നേതൃത്വത്തിനെതിരെയുള്ള പ്രശ്നവും വിവിധ അഭിപ്രായങ്ങൾ വരുന്നു. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് വരുന്നത്. കാരണം പല നേതാക്കളും പലതാണ് പറയുന്നത്. പാർട്ടി സെക്രട്ടറി M.V. ഗോവിന്ദൻ പറയുന്നത് ഒരു CPM-ന് ഒരേ ഒരു അഭിപ്രായം മാത്രമേ ഉള്ളൂ. അത് ഒരഭിപ്രായമുള്ളൂ, വിഭിന്ന അഭിപ്രായമൊന്നുമില്ല. എങ്കിലും ശൈലജ ടീച്ചർ, P.K. ശ്രീമതി, പിന്നെ E.P. ജയരാജൻ, രാജീവ് എന്ന് വേണ്ട പലരും പല രീതിയിലാണ് പറയുന്നത്. കാരണം ഈ പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് ഈ ദിവ്യ സയ്യരുമായി മാറ്റിയതുമായി ബന്ധപ്പെട്ട് പിണറായി വിജയനും M.V. ഗോവിന്ദനും ഒരു നിലപാടെടുക്കുന്നു. നേരെ അതിൻ്റെ പിറ്റേന്ന് തന്നെ E.P. ജയരാജൻ വേറൊരു നിലപാട് പറയുന്നു. കൂടാതെ അന്ന് തന്നെ ശൈലജ ടീച്ചർ വേറൊരു ഇത് പറയുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ, അതായത് പിണറായി വിജയനും M.V. ഗോവിന്ദ മാഷും പറയുന്നതിന് നേരെ വിഭിന്നമായിട്ടാണ് ഇവർ രണ്ടുപേരും പറയുന്നത്. അത് അങ്ങനെ ഒരു സംഭവം ഒരിക്കലും പിന്നെ CPM-ൽ കണ്ടിട്ടില്ലാത്ത ഒരു സംഭവമാണ് ഇത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിക്കുള്ളിൽ ചേരിപ്പോര് പുറത്തു വരികയാണോ ഉണ്ടാകുന്നത്? അല്ല, CPM-ഉം കോൺഗ്രസും തമ്മിൽ വലിയ വ്യത്യാസം എന്ന് പറയുന്നത് പോലും CPM എന്ന് പറയുന്നത് ഒരു കേഡർ പാർട്ടിയും കോൺഗ്രസ് എന്ന് പറയുന്നത് ജനാധിപത്യ പാർട്ടിയുമാണ്. ജനാധിപത്യ പാർട്ടിയാകുമ്പോൾ അഭിപ്രായങ്ങൾ എനിക്കിഷ്ടമുള്ള, ഞാനൊരു കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന ആളാണെങ്കിൽ എനിക്കിഷ്ടമുള്ള അഭിപ്രായം എനിക്ക് പറയാം, ചേട്ടന് ഇഷ്ടമുള്ള അഭിപ്രായം ചേട്ടന് പറയാം. എന്നാൽ തിരിച്ച് CPM-ന്റെ കാര്യം വരുമ്പോൾ അകത്ത് പല പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും പുറത്ത് പറയുന്നത്, അല്ലെങ്കിൽ അവർ അവസാനമായി ഒരു തീരുമാനമെടുക്കും, ഇതാണ് പാർട്ടിയുടെ നിലപാട് എന്ന് പറഞ്ഞാൽ, കോൺഗ്രസിൽ സാധാരണ അങ്ങനെ പറഞ്ഞാലും നേതാക്കൾക്ക് തോന്നുന്ന കാര്യമേ അവർ പറയും. പക്ഷേ CPM-ന്റെ പഴയ, അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുൻപ് തൊട്ട്, അല്ലെങ്കിൽ കേഡർ പാർട്ടി ആയതുകൊണ്ട് തന്നെ CPM-ന്റെ രീതി എന്ന് പറയുന്നത് എന്താണോ അവർ പാർട്ടിയിൽ തീരുമാനിച്ചിരിക്കുന്നത് അത് മാത്രമേ പൊതുസമൂഹത്തിന് മുന്നിൽ പറയാം, അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയാം. അതിൽ യാതൊരു തർക്കവുമില്ല. അത് പണ്ട് മുതലേ അങ്ങനെയാണ്. പക്ഷെ അവിടെ നിന്നൊക്കെ മാറി ഓരോരുത്തരും അവരുടെ അഭിപ്രായങ്ങൾ. CPM എന്ന് വെച്ചാൽ CPM പരാജയം ഉൾക്കൊണ്ടില്ലേ എന്നൊരു ചോദ്യമുണ്ട്. ഇത് തിരിച്ചു വരാൻ വേണ്ടിയാണോ ഇവർ ഈ കാണിക്കുന്നത് എന്നൊരു ചോദ്യമുണ്ട്. കാര്യം ആദ്യമായിട്ടല്ല CPM-ന് ഇത്രയും വലിയ പരാജയം ഉണ്ടാകുന്നത്. CPM-ന്റെ ആദ്യത്തെ പരാജയം ഒന്നുമല്ല ഇത്രയും വലിയൊരു പരാജയം ഉണ്ടാകുന്നത്. പണ്ട് 111 സീറ്റ് UDF-ന് കിട്ടുകയും ആ കാലത്ത്, അല്ലെങ്കിൽ അത്രയും വലിയ പരാജയം അനുഭവിച്ചിട്ടുള്ളതാണ്. അന്ന് പോലും ഇല്ലാത്ത പ്രശ്നം എന്താണ് ഇപ്പോഴെന്നൊരു ചോദ്യമുണ്ട്. സംഘടനയ്ക്കകത്ത്, അല്ലെങ്കിൽ പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട് വലിയ പ്രശ്നങ്ങൾ, വലിയ ചേരിപ്പോരിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത്? അല്ലെങ്കിൽ പിണറായി വിജയനും M.V. ഗോവിന്ദനും എതിരായിട്ടുള്ള വികാരമാണോ പാർട്ടി തമ്മിൽ, അല്ലെങ്കിൽ പാർട്ടിക്കകത്തെ കേഡർ സ്വഭാവത്തെ മാറ്റി ജനാധിപത്യ സ്വഭാവത്തിലേക്ക് എത്തിച്ചതെന്നൊക്കെ ഒരു ചോദ്യം അല്ല. എനിക്ക് തോന്നുന്നത് പിണറായി വിജയനോടും M.V. ഗോവിന്ദനോടുള്ള ഒരു വെറുപ്പാകാൻ സാധ്യതയില്ല. കാരണം സാധ്യതയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരോട് വ്യക്തിപരമായിട്ടുള്ളതല്ല, പാർട്ടിക്ക് ഉണ്ടായ ഒരു തോൽവി അത് ആർക്കും, അണികൾക്കുൾപ്പെടെ ആർക്കും, നേതാക്കൾക്ക് ആർക്കും സഹിക്കുന്നില്ല സത്യം പറഞ്ഞു. അപ്പൊ അത് ഒരിക്കലും അംഗീകരിക്കാനല്ല, അതും ഒരു മാറ്റം വരുത്തി പാർട്ടി തിരിച്ചു വരണം എന്നുള്ളൊരു ആഗ്രഹം ഇവർക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് ഉള്ളൊരു പ്രശ്നമാണ് അത്. ഇതില് XY പിണറായി വിജയനോ M.V. ഗോവിന്ദനോ അവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് തോൽവി ഉണ്ടായതെന്നൊക്കെ പറഞ്ഞു. അപ്പൊ അത് ആരായാലും ഇപ്പോൾ ഉള്ള ആൾക്കാർ മാറണം എന്നുള്ളതാണ്. സെക്രട്ടറി ആരായിരുന്നാലും മാറണം എന്നുള്ളൊരു നിലപാടാണ് ഇവർ എടുക്കുന്നത്. അല്ല, പിണറായി വിജയനും M.V. ഗോവിന്ദനോടും അത്തരം ഒരു ദേഷ്യമില്ല. ചേട്ടൻ പറഞ്ഞതുപോലെ പാർട്ടി തിരികെ വരണം എന്നത് മാത്രമാണ് ലക്ഷ്യമെങ്കിൽ 2001 പരാജയപ്പെട്ടിട്ടുണ്ട്. അന്ന് UDF അധികാരത്തിലേക്ക് വരുമ്പോൾ 2001 പരാജയത്തില് അന്നത്തെ പാർട്ടി സെക്രട്ടറി പിണറായി വിജയനാണ്. അന്നത്തെ മുഖ്യമന്ത്രി, അല്ലെങ്കിൽ ആ സമയത്തെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് നയനാരാണ്. അവര് രണ്ടുപേരും മാറിയിട്ടില്ല. അവർക്കെതിരെ പാർട്ടിയിൽ നിന്ന് ശബ്ദങ്ങൾ ഇത്തരത്തിൽ ഉയർന്നിട്ടില്ല, മാറണം എന്നൊരു അഭിപ്രായം ഉണ്ടായിട്ടില്ല. പിന്നെ തുടർഭരണം കിട്ടിയതിന്റെ ഒക്കെ പശ്ചാത്തലത്തിലായിരുന്നു. ഞാൻ ചോദിക്കുകയാണ്, മൂന്നാമതും ഒരു തുടർഭരണം കിട്ടിയിരുന്നുവെങ്കിൽ കേരളത്തിൽ ഇപ്പോ കോൺഗ്രസ് അല്ലെങ്കിൽ UDF അധികാരത്തിൽ വന്നിടത്ത് LDF ആണ് അധികാരത്തിൽ വന്നതെങ്കിൽ ഇവരാരെങ്കിലും വാ തുറന്ന് ശബ്ദിക്കുമെന്ന് ചേട്ടന് തോന്നുന്നുണ്ടോ? ആരും ഒരു അഭിപ്രായവും പറയുന്നില്ല. അവരടിമകളെ പോലെ മിണ്ടാതിരിക്കാനേയും. ഇപ്പോൾ പരാജയപ്പെട്ടത് കൊണ്ട് മാത്രമാണ് ഇവർ നിരന്തരം സംസാരിക്കാൻ തന്നെ തുനിഞ്ഞത്. അല്ലാതെ ഏതൊരു വിഷയത്തിലായാലും CPM, പിണറായി വിജയൻ എന്ത് പറയുന്നു? കഴിഞ്ഞ 10 വർഷം നമ്മൾ കണ്ടത് എന്താണ്? പിണറായി വിജയനായ പാർട്ടി എന്ന് പറയുന്നത് പിണറായി വിജയനാണ്. ഇനി മറിച്ച് സാധാരണക്കാരായ ജനങ്ങൾ പറയുന്നു, അല്ലെങ്കിൽ സാധാരണക്കാരായ അണികളൊക്കെ പറയുന്നുണ്ട് പിണറായി വിജയൻ വേണ്ട എന്ന് പറയുമ്പോഴും പിണറായി വിജയനെ മാറ്റിയാൽ മറ്റാരെ അവിടെ കൊണ്ടുവരുമെന്നൊരു ചോദ്യമുണ്ട്. അത് ആരായിരിക്കും? M.A. ബേബിയെ കൊണ്ടുവരുമോ? അല്ലെങ്കിൽ M.A. ബേബിയെ കൊണ്ട് പറ്റുമോ കേരളത്തിലെ CPM-നെ നന്നായി കൊണ്ടുപോകാൻ? ആരെ കൊണ്ടുവരും? അപ്പൊ ഇവർക്കൊരു നേതാവില്ലാത്തതാണ് ഇവരുടെ പ്രശ്നമെന്ന് പോലും അണികൾ ചോദിച്ചാൽ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ലല്ലോ. ഇതിലൊരു കാര്യം പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, പിണറായി വിജയൻ തീർത്തും മൗനത്തിലാണ്. കാരണം ഒരു കാര്യത്തിനും കാര്യമായിട്ടൊന്നും പ്രതികരിക്കുന്നില്ല. ഇപ്പൊ മാധ്യമങ്ങളുടെ ആണെങ്കിലും. അത് മാത്രമല്ല, ഇത്രയും
നേതാക്കള് പിണറായി വിജയനെതിരെ പറഞ്ഞിട്ട് പോലും ഒരക്ഷരം കാര്യമായിട്ട് മറുപടിയായിട്ടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. കാരണം എന്തുകൊണ്ടാണെന്ന് അറിയില്ല. അന്ന് ഒരു ദിവസം നിയമസഭയിൽ തന്നെ ബാലഗോപാൽ പറയുന്നുണ്ടായിരുന്നു, എഴുന്നേറ്റ് എന്ന് പറയണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അത് പറയുന്നുണ്ടല്ലോ. അപ്പൊ അതേപോലെ തന്നെ ഇപ്പോഴും പിണറായി വിജയൻ ഇവർക്കെതിരെ, അതായത് ശൈല ടീച്ചർ നേരിട്ട് വന്നു, പിന്നെ ഇ.പി. ജയരാജൻ നേരിട്ട് വരുന്നു, ശ്രീമതി ടീച്ചർ വരുന്നു, ഇവരൊക്കെ മുന്നിട്ട് വന്നിട്ടും പിണറായിക്കെതിരെയും ഗോവിന്ദനെതിരെയും പറഞ്ഞിട്ട് പോലും ഒരു അക്ഷരം അവർ പറയുന്നില്ല എന്നുള്ളത് ഒരു വലിയ സംഭവമായിട്ടല്ലേ കാണുന്നത്. വിഴിഞ്ഞം പദ്ധതിയും അല്ലെങ്കിൽ വിഴിഞ്ഞത്തെ കരാർ കൈമാറ്റവുമായി ബന്ധപ്പെട്ടും ദിവ്യ സയ്യദെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ പാർട്ടി ഒരു നിലപാടെടുത്തിരുന്നത് എന്ന് പറയുന്നത് സർക്കാരിനെ തിരിഞ്ഞു കൊത്താൻ വിഴിഞ്ഞം എന്നല്ല, അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞതേ ഉള്ളൂ പുതിയ സർക്കാർ വന്നിട്ട് അവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ അടി എന്ന് പറയുന്നത് വിഴിഞ്ഞം പദ്ധതി ഉയർത്തിക്കാട്ടിക്കൊണ്ട്, അല്ലെങ്കിൽ വിഴിഞ്ഞം കരാറും ദിവ്യ സയ്യരെ മാറ്റിയതുമാണ് എന്ന് പറഞ്ഞ് സർക്കാരിനെ തിരിച്ചടിക്കാമെന്ന് പ്രതിപക്ഷം തീരുമാനിക്കുമ്പോൾ പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട് വ്യക്തമായ പല വിഷയങ്ങളിലും വിഴിഞ്ഞം കരാറുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളിലും വി.ഡി. സതീശൻ എന്ന മുഖ്യമന്ത്രി പറഞ്ഞ മറുപടി തൃപ്തികരമല്ല എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. ആ മറുപടി, അല്ലെങ്കിൽ വി.ഡി. സതീശൻ പറഞ്ഞ മറുപടിയെ മാധ്യമങ്ങൾ ചർച്ച ചെയ്ത് വരുമ്പോഴാണ് കെ ശൈലജ പറയുന്നത് ദിവ്യ എസ് അയ്യരെ മാറ്റിയതിൽ ഒരു തെറ്റുമില്ല, സർക്കാർ മാറി വരുമ്പോൾ മാറ്റാമെന്ന് പറയുകയും അതുവരെയുള്ള പാർട്ടി നിലപാടിനെയും രാകേഷിനെയും തള്ളുന്നു. ഇ.പി. ജയരാജൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, ഞാൻ വിഴിഞ്ഞ പദ്ധതിയിൽ വിവാദം അല്ലെങ്കിൽ വിഴിഞ്ഞത്തെ വിഷയങ്ങൾ വിവാദമാക്കണ്ട, ഞാനൊന്നും പറഞ്ഞിട്ടില്ല, പറഞ്ഞവരോട് പോയി ചോദിക്കും. അപ്പോ അത്തരത്തിലൊക്കെ കാര്യങ്ങൾ അല്ലെങ്കിൽ അത്തരം പ്രതികരണങ്ങളിലേക്ക് പോകുന്നത് ഇതുവരെ ഇന്ന് ഇ.പി. ജയരാജൻ കമ്മിറ്റിയിൽ നിന്ന് പോലും മാറുന്നു. എന്തിന്റെ അടിസ്ഥാനത്തിൽ? കേന്ദ്ര കമ്മിറ്റി നടക്കുന്നതിൽ പങ്കെടുക്കുന്നില്ല, മാറിയിരിക്കുന്നു. മറ്റേതൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞ കാരണം ആയുർവേദ ചികിത്സ എന്നൊക്കെയാണ് പറഞ്ഞത്. ആരോഗ്യസ്ഥിതി മോശമെന്നോ ആരോഗ്യസ്ഥിതി മോശം അല്ലെങ്കിൽ ആയുർവേദ ചികിത്സ എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ എന്താണ് CPM? ഇതൊക്കെ തിരിച്ചു വരാൻ വേണ്ടിയാണ് എങ്കിൽ വളരെ നല്ല എന്നൊരു അഭിപ്രായമാണ്. അല്ല, നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ നല്ല പൊതുവെ ഒരു ചർച്ച ഉണ്ടായിരുന്നു, CPM ഒരു പുതിയ ചേരി ഉടലെടുക്കുന്നു, അതിന് പല നേതാക്കളും സ്വരുക്കൂട്ടുന്നു. അതിന്റെ ഒരു തെളിവ് കൂടിയല്ലേ ഇപ്പൊ മുന്നോട്ട് വരുന്നത്. ഓരോന്നോരോന്നായിട്ട് പൊട്ടിപ്പുറത്ത് വരുന്നത്, വിമർശനങ്ങൾ വരുന്നു, പ്രതിഷേധങ്ങൾ വരുന്നു, വെല്ലുവിളികൾ രീതിയിലൊക്കെയാണ് കാര്യങ്ങൾ. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് അല്ലെങ്കിൽ രണ്ടാമത് അധികാരത്തിലേക്ക് LDF സർക്കാർ വരുമ്പോൾ ഒരു പകുതിയൊക്കെ ആകുമ്പോൾ തന്നെ പല ആളുകൾക്കും പല പ്രവർത്തകർക്കും നേതാക്കൾക്കും ഒക്കെ തിരുത്തി പറയണം അല്ലെങ്കിൽ തിരിഞ്ഞു പറയണമെന്നുണ്ട്. പക്ഷേ കെ ശൈലജയ്ക്കുണ്ടായ അനുഭവം ഉണ്ടാകുമെന്ന ഭയം പാർട്ടിയിൽ നിലനിൽക്കാൻ വേണ്ടി അല്ലെങ്കിൽ നിലനിൽപ്പിന് വേണ്ടി പലരും മൗനം പാലിച്ചു. പിന്നെ MA ബേബി അടക്കമുള്ളവർ അവരുടെയൊക്കെ പേര് പരിഗണിച്ചത് പിണറായി വിജയൻ ആയതുകൊണ്ടും ഇനി എന്തെങ്കിലും പൊട്ടഭാഗ്യത്തിന് മൂന്നാമതും അധികാരത്തിൽ വരികയാണ് എങ്കിൽ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് പിണറായി വിജയനാണ്. അപ്പോൾ പിണറായി വിജയനെ പിണക്കുകയാണെങ്കിൽ ആ പാർട്ടിയിൽ ഞങ്ങൾക്ക് നിലനിൽപ്പില്ല എന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ അവർ മിണ്ടാതിരുന്നു. ഇപ്പോൾ പ്രതിപക്ഷത്താണ്. പക്ഷെ ഏറ്റവും വലിയ തെറ്റ് എന്ന് പറയുന്നത് സർക്കാരിന് ജനങ്ങളോട് എത്രത്തോളം ആത്മാർത്ഥ അല്ലെങ്കിൽ സർക്കാർ ജനങ്ങളോട് എത്രത്തോളം അടുത്തിരിക്കുന്നു അതിനേക്കാൾ അടുത്തിരിക്കുന്നതാണ് പ്രതിപക്ഷം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാര്യം ഒരു ജനാധിപത്യ രീതിയിൽ ഒരു സർക്കാർ നന്നായി പോകണമെങ്കിൽ ശക്തമായ ഒരു പ്രതിപക്ഷം വേണം. CPM-നെ അല്ലെങ്കിൽ LDF-നെ പോലെ തൊട്ടതിനും പിടിച്ചതിനും സമരം ചെയ്യണമെന്നല്ല, എന്നാൽ കൂടി തെറ്റ് കണ്ടാൽ വിമർശിക്കാനും ശക്തമായ ഒരു പ്രതിപക്ഷം, അത് അംഗങ്ങളുടെ എണ്ണം കൊണ്ടല്ല പ്രതിപക്ഷം ശക്തമാണോ അല്ലേ എന്ന് തീരുമാനിക്കുന്നത് അവരെടുക്കുന്ന നിലപാടുകളുടെ അടിസ്ഥാനത്തിലാണ്. CPI-യെ പോലും ഇതുവരെയും ഒരുമിച്ച് നിർത്താൻ അല്ലെങ്കിൽ ഒരു കമ്മിറ്റി പോലെ LDF-ന് ഒരു കമ്മിറ്റി പോലും വിളിക്കാൻ കഴിയുന്നില്ല CPI-യെ കൂടി. അപ്പൊ CPI-യുടെ പിണക്കം പരിഹരിക്കുന്നത് എങ്ങനെ? CPM-ന്റെ അകത്തുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാതെ അതൊരിക്കലും നടക്കില്ല. അപ്പൊ ഇത്തരം ഈ പറയുന്ന പോലെ പുതിയ ചേരികൾ രൂപപ്പെടുന്നത് CPM-ന്റെ തിരിച്ചുവരവിനാണ് എങ്കിൽ അത് നല്ല കാര്യം തന്നെയാണ്. അങ്ങനെയെങ്കിൽ പിണറായി വിജയൻ MV ഗോവിന്ദന് മാറുകയാണെങ്കിൽ മാറട്ടെ. പക്ഷെ ഈ പാർട്ടി ജനങ്ങളിൽ നിന്ന് അകന്നു എന്നുള്ള കാര്യം സത്യമാണ്. ആദ്യം ഇവർ മനസ്സിലാക്കേണ്ട, അല്ലെങ്കിൽ CPM-ലെ ഇപ്പൊ എതിർത്ത് പറയുന്ന രാജീവ് അടക്കമുള്ളവർ ആദ്യം മനസ്സിലാക്കേണ്ടത് ഞങ്ങൾ പരാജയപ്പെട്ടു, ഞങ്ങളുടെ കയ്യിലെ തെറ്റുകൊണ്ട് തന്നെയാണ് പരാജയപ്പെട്ടത്. അല്ലാതെ LDF സർക്കാരിനെ കേരളത്തിലെ ജനങ്ങൾ അർഹിക്കുന്നില്ല എന്ന് പറയുന്ന പോലെയുള്ള മറുപടികൾ പറയാതെ ഞങ്ങൾ പരാജയപ്പെട്ടു, ഇത് തിരുത്തേണ്ട സമയമാണ് എന്ന് പറഞ്ഞ് തെറ്റുകൾ അംഗീകരിച്ച് തിരുത്താൻ ശ്രമിക്കണം. അല്ലാതെ വീണ്ടും കാര്യങ്ങളെ വഷളാക്കിയിട്ട് ഒരു കാര്യവുമില്ല. തിരുത്താൻ ശ്രമിക്കണമെങ്കിൽ ഇപ്പൊ കേന്ദ്ര കമ്മിറ്റി ചേരുകയാണ്, എന്തെങ്കിലുമൊക്കെ ഒരു തീരുമാനം എടുക്കുമോ എന്നുള്ള ഒരു പ്രതീക്ഷയൊന്നും ആർക്കും വേണ്ട. ഇതൊക്കെ പറഞ്ഞ് അവസാനം എന്താണെന്ന് വെച്ചാൽ അവർ തന്നെ തുടരുന്ന അവസ്ഥ തന്നെയാണ് ഉണ്ടാവുക. കാരണം പിണറായി വിജയനെയും MV ഗോവിന്ദനെയും മാറ്റുമെന്ന് എനിക്ക് തൽക്കാലം തോന്നുന്നില്ല നിലവിലുള്ള അവസ്ഥയിലും. അത് കുറച്ചുകൂടി ചിലപ്പോൾ ഇതിൽ പാർട്ടിയിലകത്ത് തന്നെ ആരെങ്കിലും കൂടുതൽ പ്രതിഷേധ സ്വരങ്ങൾ വരികയാണെങ്കിൽ ചിലപ്പോൾ മാറ്റിക്കൂടായില്ല. എങ്കിൽ നിലവിലെ സാഹചര്യത്തിൽ അവർ തന്നെ തുടരാനാണ് തന്നെയാണ് ഗോവിന്ദനെ മാറ്റാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. കാര്യം പാർട്ടി സെക്രട്ടറി ഈ തെരഞ്ഞെടുപ്പിന്റെ പരാജയത്തിന്റെ അടിസ്ഥാനത്തിൽ ആകണമെന്നില്ല, ചിലപ്പോൾ അതായിരിക്കില്ല ഉയർത്തിക്കാട്ടുന്നത്. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ പ്രതിപക്ഷം ശക്തമായിരിക്കണം എന്ന് പറഞ്ഞല്ലോ. ഇപ്പൊ പ്രതിപക്ഷം ശക്തമായിരിക്കണം എന്ന് പറഞ്ഞു. V.D. സതീശൻ അധികാരത്തിൽ വന്നിട്ട് ഒരു മാസത്തിനുള്ളിൽ ഇത്രയും വിവാദങ്ങൾ വന്നു. മറ്റേ വീരം കുറഞ്ഞ മദ്യത്തിന്റെ പ്രശ്നം വന്നു, പിന്നെ ഈ വിഴിഞ്ഞ സംഭവങ്ങൾ വന്നു, പിന്നെ ദിവ്യാസുരമായി അതുമായിട്ട് ബന്ധപ്പെട്ട ദിവ്യാസുരമായി PM ശ്രീ വന്നു. ഇത് ഇത്രയും വിവാദങ്ങൾ വന്നിട്ട് ഒരു കാര്യവും പറഞ്ഞ് ഫലിപ്പിക്കാനോ അല്ലെങ്കിൽ പ്രതിഷേധം വേണ്ട രീതിയിൽ പ്രതിഷേധിക്കാനോ
CPM-ന്റെ പ്രതിപക്ഷത്തിന് പറ്റിയിട്ടില്ല അവിടെ. അതിന്റെ അകത്ത് വേറൊരു കാര്യം കൂടിയുണ്ട്. നമ്മൾ പറയുന്ന പോലെ CPM-ന് അത്ര എളുപ്പമല്ല കാര്യങ്ങളെ എടുത്തു വെച്ച് പ്രതിഷേധിക്കുക അല്ലെങ്കിൽ പ്രതിഷേധം. PM ശ്രീ പറഞ്ഞാൽ PM ശ്രീയിൽ ഒപ്പിട്ടതാരാണ്? അതാണ് പറഞ്ഞത്. വിഴിഞ്ഞം കരാറുമായി അതാണ് ബന്ധപ്പെട്ട എല്ലാം. കാര്യം വരുമ്പോൾ എല്ലാം തിരിഞ്ഞു അതാണ് ഞാൻ ആദ്യം കൊത്താൻ തുടക്കം തന്നെ പറഞ്ഞത്. നേരെ തിരിച്ചാണ് വരുന്നത്. അതിന്റെ കൂടെ പാർട്ടിയിലെ ഉൾപ്പോര് കൂടി വരുമ്പോഴേക്ക് CPM-ന് ശരിക്കും ഒരു തിരിച്ചടി തന്നെയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഒന്ന് മാറ്റിയിട്ട് പുതിയൊരു തലത്തിലേക്ക് പ്രതിഷേധ നേതാക്കളൊക്കെ ഒരുമിച്ച് നിന്ന് വീണ്ടും CPM-നെ ശക്തമാക്കി കൊണ്ടുവരണമെങ്കിൽ ഈ നിലവിലുള്ള നേതൃസ്ഥാനത്തുള്ള രണ്ടുപേരും മാറേണ്ടി വരുന്നതിനാണ് എനിക്ക് തോന്നുന്നത്. അല്ല, ഇനിയിപ്പോ അങ്ങനെ അല്ല എങ്കിൽ തന്നെ ഒരുമിച്ച് നിന്ന് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. CPM തീരുമാനിക്കേണ്ടത് ഞങ്ങൾ ഒരുമിച്ച്. അതിന് പിണറായി വിജയൻ എന്തെങ്കിലും വാ തുറന്നെന്ന് പറയണം, അല്ലെങ്കിൽ പിണറായി വിജയനായിട്ട് പ്രതിപക്ഷ നേതൃസ്ഥാനം ഒഴിയണം. എങ്കിൽ അദ്ദേഹത്തിന്, ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പോഴുള്ള ഈ ഒരു പാർട്ടിക്ക് അകത്തുള്ള ഒരു നെഗറ്റീവ് ആയിട്ടൊരു ഇമേജ് ഉണ്ട്, ആ ഇമേജ് തന്നെ മാറിക്കിട്ടും. അദ്ദേഹത്തിന് തിരിച്ചറിയാം സുഖമായി, അല്ലെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ പറയാവുന്ന കാര്യം എന്താണ്, എന്റെ ആരോഗ്യസ്ഥിതി വെച്ച് എനിക്കൊരു ശക്തമായ പ്രതിപക്ഷ നേതാവായിരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് പറയാം. MLA സ്ഥാനം പോലും രാജിവെക്കണമെന്ന് പറയുന്ന ആളുകളുണ്ട്. പ്രത്യേകിച്ച് ഇപ്പൊ നടക്കുന്ന പോരെല്ലാം കണ്ണൂർ രാഷ്ട്രീയം എന്ന് വേണം പറയേണ്ടി വരും. EP ജയരാജൻ കണ്ണൂരിന്ന്, ശ്രീമതി കണ്ണൂരിന്ന്, ശൈലജ കണ്ണൂരിന്ന്, MV ഗോവിന്ദനും പിണറായി വിജയനും കണ്ണൂരിന്ന്. പണ്ട് എന്ന് പറയുന്നത് വിവാദം ഉണ്ടായ KK രാഗേഷും കണ്ണൂരിന്ന്. അവിടെ കണ്ണൂർ കമ്മിറ്റിയിൽ മൊത്തം പ്രശ്നമാണ്. അവര് രാഗേഷിനെതിരെയാണ് പറഞ്ഞു വന്നിരിക്കുന്നത് ഇവരെല്ലാം തന്നെ. നമ്മൾ കണ്ണൂർ എന്ന് കേൾക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ പണ്ടൊക്കെ കണ്ണൂർ എന്ന് പറയുമ്പോൾ CPM-ന്റെ കോട്ടയം കോട്ടക്കൊത്തളങ്ങളൊന്നും ഇല്ല, ഒരു വാക്കേ ഉള്ളൂ എന്നെടുത്ത് പറഞ്ഞെടുത്ത് കോട്ടയം കോട്ടക്കൊത്തളങ്ങളും ഒന്നുമില്ല എന്ന തിരിച്ചറിവ് പാർട്ടിക്കും പാർട്ടിയിലെ നേതാക്കൾക്കും ഉണ്ടാക്കണം. ഇനി പിണറായി വിജയനും MV ഗോവിന്ദനും മാറാൻ തയ്യാറായി മാറുകയാണ് എങ്കിൽ ഒരുമിച്ച് നല്ല പ്രതിപക്ഷമായി നിൽക്കാൻ കൂടി CPM-ന് കഴിയണം. ഇവർ രണ്ടുപേർ മാറിയാൽ ആരായിരിക്കും അടുത്ത നാഥൻ എന്നൊരു ചോദ്യമുണ്ട്. അല്ലെങ്കിൽ നാഥനില്ല കളരിയായി CPM മാറുമോ എന്ന് കണ്ടറിയാം.